12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ ടീമിലേക്ക് തിരിച്ചെത്തിയ മത്സരത്തിൽ സാന്റോസിന് സമനില. 10 പേരെ ചുരുങ്ങിയ ബൊട്ടഫോഗോ ഓരോ ഗോളടിച്ച് സാന്റോസിനെ സമനിലയിൽ തളച്ചു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ പകരക്കാരനായാണ് നെയ്മർ കളത്തിലെത്തിയത്. ക്യാമ്പറ്റാനോ പൊളിച്ച മത്സരത്തിലൂടെയായിരുന്നു സാന്റോസിലേക്കുള്ള നെയ്മറുടെ തിരിച്ചുവരവ്. 33-ാം പിറന്നാൾ ദിനത്തിലായിരുന്നു നെയ്മർ സാന്റോസ് ജേഴ്സി വീണ്ടും അണിഞ്ഞ് കളത്തിലിറങ്ങിയത്. പരിക്കേറ്റ് പുറത്തായിരുന്ന നെയ്മർ 16 മാസത്തിനു ശേഷമാണ് കളത്തിലെത്തുന്നത്. ഇതിനിടെ ഒറ്റ മത്സരത്തിൽ അൽഹിലാലിനായി ഇറങ്ങിയെങ്കിലും മിനിറ്റുകൾക്കകം വീണ്ടും പരിക്കേറ്റ് മടങ്ങേണ്ടി വന്നിരുന്നു. സാന്റോസിനായി കളിച്ച 45 മിനിറ്റിനിടെ 2 ഷോട്ടാണ് നെയ്മർ പോസ്റ്റിലേക്ക് തൊടുത്തത്. ഇതിലൊന്ന് ഓൺ ടാർഗറ്റിലെത്തി. എതിരാളികളുടെ 5 ഷോട്ടിന് തടസ്സമിട്ടപ്പോൾ 7 തവണ ഡ്രിബ്ലിംഗിന് ശ്രമിച്ചു. ഇതിൽ 3 വിജയിച്ചു. ആകെ 64 തവണയാണ് നെയ്മർ പന്ത് ടച്ച് ചെയ്തത്. 2 കീ പാസുകളും 3 ക്രോസുകളും 2 ലോങ് പാസുകളും നൽകി. 15 ഡ്യുവൽസിൽ 8 വിജയിച്ചു. കളിയിൽ നെയ്മർ എത്തുമ്പോൾ സാന്റോസ് 1 ഗോളിന് മുന്നിലായിരുന്നു. 38-ാം മിനിറ്റിൽ സോറസ് ആണ് സാന്റോസിനെ മുന്നിലെത്തിച്ചത്. 67-ാം മിനിറ്റിൽ അലക്സാൻഡ്രോ ബൊട്ടഫോഗോയെ ഒപ്പം എത്തിച്ചു. 71-ാം മിനിറ്റിൽ വാലിസൺ ചുവപ്പ് കാർഡ് കണ്ടതോടെ ബൊട്ടഫോഗോ 10 പേരായി ചുരുങ്ങിയെങ്കിലും സ്വന്തം കാണികൾക്ക് മുന്നിലിറങ്ങിയ സാന്റോസിന് ലീഡ് നേടാനായില്ല. സൗദി ക്ലബ് അൽഹിലാൽ കരാർ റദ്ദാക്കിയതോടെയാണ് കഴിഞ്ഞ ആഴ്ച നെയ്മർ സാന്റോസിൽ തിരിച്ചെത്തിയത്. 6 മാസത്തേക്കാണ് കരാർ. 2013-ൽ ബാഴ്സലോണയിലേക്ക് പോകും മുമ്പ് സാന്റോസിന്റെ സൂപ്പർ താരമായിരുന്നു നെയ്മർ. ക്ലബിനൊപ്പം 6 കിരീടങ്ങളും നെയ്മർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.